എല്ലാവർക്കും എൻ്റെ വലിയ ഹായ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ന്യൂസ് പേപ്പർ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലബസ് നോക്കിയിട്ട് നിങ്ങൾ വായിക്കണമെന്ന് അല്ലേ. പക്ഷേ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. അതായത് സിലബസ് എന്ന് പറയുന്നത് നമുക്ക് യു പി എസ് സി പ്രിപ്പറേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് യു പി എസ് സിക്ക് സിലബസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബൈബിൾ അല്ലേ. അപ്പം ഇത് ക്ലിയർ ആയിട്ട് അറിഞ്ഞാലാണ് നമുക്ക് അതനുസരിച്ചിട്ട് ന്യൂസ് നോക്കാനും കറണ്ട് അഫയേഴ്സ് നോക്കാനും ജി എസിൻ്റെ പേപ്പേഴ്സ് പഠിക്കാനും ബാക്കി മെയിൻസ് എന്താണ്, പ്രിലിംസ് എങ്ങനെയാണ്, അതിൻ്റെ മാർക്സ് എങ്ങനെയാണ് എല്ലാം അറിയേണ്ടത്. അപ്പോൾ ആസ് എ ബിഗിനർ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞത്, പക്ഷേ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സിലബസ് എങ്ങനെയാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് ഞാൻ പറയാൻ മറന്നുപോയി, സോറി. അപ്പം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു സിലബസ് നിങ്ങൾ സൈറ്റിൽ നിന്ന് എടുത്ത് നോക്കണമെന്ന്. പക്ഷെ അത് വെറുതെ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഒരു വീഡിയോ സിലബസ് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓരോ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, മാർക്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഓരോ സബ്ജക്റ്റിൻ്റെ അടിയിൽ എങ്ങനെയൊക്കെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത് എവിടെ നിന്നാണ് ഈ സിലബസ്, അതായത് ഇപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സിലബസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ വെറുതെ യു പി എസ് സി സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സിലബസ് കിട്ടും. നമുക്കതെല്ലാം വേണ്ട. നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന യു പി എസ് സി സിവിൽ സർവീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന സിലബസ് ആണ് നമുക്ക് ആവശ്യം. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ, നമ്മൾ upsc.government.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോകണം. അതിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എക്സാമിനേഷൻ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എക്സാമിനേഷൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആക്റ്റീവ് എക്സാംസ് എടുക്കാം. ആക്റ്റീവ് എക്സാംസിൻ്റെ അടിയിൽ സിവിൽ സർവീസ് പ്രിലിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെടുത്തിട്ട് നോട്ടീസ് എടുക്കണം. ഓക്കെ, ഈ നോട്ടീസിൻ്റെ ഉള്ളിലാണ് സിലബസ് വരുന്നത്. പക്ഷെ ഈ നോട്ടീസ് മൊത്തം നിങ്ങൾ വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇനി ഇത്രത്തോളം കറണ്ട് അഫയേഴ്സും ബുക്കും കട്ടയായിട്ടുള്ള ബുക്കൊക്കെ നിങ്ങൾക്ക് വായിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു നോട്ടീസ് എന്തായാലും നിങ്ങൾ വായിക്കണം. കാരണം ഇത് വായിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെയാണ് എക്സാം മൊത്തം നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. ഓക്കെ, സിലബസ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം അത് പറഞ്ഞു. ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഈ യു പി എസ് സി എന്ന് പറയുന്നത് 3 സ്റ്റേജ് ആയിട്ടാണ് അല്ലേ. ആദ്യം നമുക്ക് പ്രിലിംസ് ഉണ്ട്. പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസിലോട്ട് ക്ലിയർ ആവും. മെയിൻസ് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് അങ്ങനെയാണ് അതിനെ പറയുന്നത്. ഓക്കെ, MCQ എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രിലിമിനറിക്ക് ഉണ്ടാവുക അല്ലേ. അതേപോലെ തന്നെ മെയിൻസ് എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഓക്കെ, അപ്പം ഒരു ഏകദേശം ഒന്ന് പറയുകയാണെങ്കിൽ പ്രിലിംസ് എഴുതാൻ ഒരു വർഷം എത്ര പേരുണ്ടാവും അറിയോ? പ്രിലിംസ് എഴുതാൻ വേണ്ടി മാത്രം കുറേ പേരുണ്ടാവും. 14 ലക്ഷം പേരാണ് പ്രിലിംസ് എഴുതുന്നത്. ഓക്കെ, അതിൽ നിന്ന് 14,000 പേരാണ് മെയിൻസിലോട്ട് ക്ലിയർ ആവുന്നത്. അപ്പൊ ആ 14,000 പേരിന്ന് 2,500 പേരാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അതിൽ നിന്ന് സെലക്ട് ആവുന്നത് 1,000 പേരാണ്. ഈ 1,000 പേർക്കാണ് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിക്കുക, 14 ലക്ഷത്തിൽ നിന്ന് 1,000 പേരിലേക്ക് കുറയ്ക്കണം. അപ്പൊ അത്രയും ടഫായിരിക്കും എക്സാം കോഴ്സ്. അപ്പൊ ഇങ്ങനെയാണ് എൻ്റെ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത്. പ്രിലിംസ് എന്ന് പറയുന്നത് 2 സ്റ്റേജ് ഉണ്ട്. ജനറൽ സ്റ്റഡീസും ഉണ്ട്, CSAT ഉണ്ട്. 2 പേപ്പറാണുള്ളത്. ഓക്കെ, അതിൽ ജനറൽ സ്റ്റഡീസിൻ്റെ അടിയിൽ വരുന്ന സിലബസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. CSAT എന്ന് പറഞ്ഞാൽ ലോജിക്കൽ റീസണിങ്ങും അങ്ങനത്തെ എബിലിറ്റീസ് ഒക്കെ നോക്കുന്നതും അങ്ങനത്തെ ഒരു പേപ്പറാണ് ഇത്. അപ്പോൾ ആ 2 പേപ്പറാണ് പ്രിലിംസിൻ്റെ അടിയിൽ വരുന്നത്. പ്രിലിംസിൻ്റെ സിലബസ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാവേ. അതിൽ വരുന്നത് ഇതാണ് നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസ്. ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും ബെസ്റ്റ് ഇത് പ്രിന്റ് എടുത്തിട്ട് ആ റൂമിൽ ഇങ്ങനെ വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. അതായത് ഓരോ സബ്ജക്റ്റ് ഒരു ബുക്കിൽ നമുക്കിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മൾ കവർ ചെയ്തെന്ന് പറഞ്ഞാൽ ആ സിലബസിൽ നിന്ന് നമുക്ക് ടിക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു സുഖം കിട്ടും. അതുകൊണ്ട് അതേപോലെ തന്നെ ഒരു കറണ്ട് അഫയേഴ്സ് വായിക്കുവാണെങ്കിൽ പോലും ഇത് മൈൻഡിലുള്ളത് എപ്പോഴും നല്ലതാണ്. ആദ്യം ഇത് ബൈ ഹാർട്ട് ആവത്തില്ല, പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് നോക്കി പിന്നെ സിലബസ് ഒക്കെ തന്നെ നമ്മുടെ തലയിൽ കയറും. പിന്നെ എപ്പോഴും നോക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. അത് എന്ന് പറയുന്നത് നമ്മുടെ IR ആണ്, ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. അതായത്
ഞാനിപ്പോൾ എന്തായാലും പ്രിലിംസിൻ്റെ കൂടെ ഇന്റർനാഷണൽ റിലേഷൻസ് ക്ലാസ്സസും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് വേൾഡ് ഹിസ്റ്ററിയും കൂടി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലാസ് എടുക്കാൻ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം വേൾഡ് ഹിസ്റ്ററി ഒന്ന് ചെറുതായിട്ട് ക്ലാസ് എടുത്തിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ട് നമുക്ക് IR ചാടാം. അപ്പോൾ IR നടക്കുന്ന കുറേ കാര്യങ്ങൾ അത് വെച്ച് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് ഈ ആദ്യം വരുന്നത്. പിന്നെ വരുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏൻഷ്യന്റും മിഡീവൽ ഹിസ്റ്ററിയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് വരുന്നുണ്ട്. അതാണ് നമ്മുടെ മോഡേൺ ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ ആ രണ്ടാമത്തെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫിയും വേണം, വേൾഡ് ജോഗ്രഫിയും വേണം. അതിൻ്റെ ഉള്ളിൽ ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ ജോഗ്രഫി, ഇന്ത്യ ആൻഡ് ദി വേൾഡ്, അതാണ് ജോഗ്രഫിയുടെ വരുന്നത്. അത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതിലെല്ലാം കവർ ആയിക്കോളും, പേടിക്കണ്ട അതിനെ പറ്റിയിട്ട്. പിന്നെ നമുക്ക് ഇന്ത്യൻ പൊളിറ്റിയാണ് വരുന്നത്. ഇന്ത്യൻ പൊളിറ്റിയിൽ നമുക്ക് ആദ്യം NCERTs നോക്കാം, പിന്നെ ലക്ഷ്മികാന്തിന്റെ ബുക്കും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കയറും. അതിൽ വരുന്നത് മെയിനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ്, പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂസ്, അതൊക്കെയാണ് ഇന്ത്യൻ പൊളിറ്റിയിൽ വരുന്നത്. അപ്പം പൊളിറ്റി അതിൽ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. അത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയാണ് പഠിക്കേണ്ടത്. അതിൽ GDP എങ്ങനെയാണ്, ഇൻഫ്ലേഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് ബേസിക് എക്കണോമിക്സ് പഠിച്ചിട്ട് അത് നമുക്ക് NCERTയിൽ എക്കണോമിക്സ് കവർ ആവും. അത് കഴിഞ്ഞിട്ട് രമേശ് സിംഗോ ഇല്ലെങ്കിൽ വേറെ ബുക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്കണോമി പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് പ്രിലിംസിൽ എക്കണോമി കവർ ആവും. അപ്പോൾ അത് റെഡിയായി. പിന്നെ ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെന്റൽ എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ദാറ്റ് ഡു നോട്ട് റിക്വയർ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ. ഇതിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് അവർ സിലബസിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത് വരാനുള്ള മെയിൻ കാരണം, അതേപോലെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആകാനുള്ള കാരണം IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ എക്സാം ഇതിൻ്റെ കൂടെ തന്നെ ഇതേ സെയിം പ്രിലിംസ് തന്നെയാണ് അവർക്കും. അപ്പോൾ അവർ ഈ പ്രിലിംസ് എഴുതുമ്പോൾ അവർക്ക് എൻവയോൺമെന്റൽ സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻസ് വേണമല്ലോ. അതുകൊണ്ട് ഈ ഒരു ഏരിയ ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയതുമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അത് പ്രത്യേകിച്ച് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നതും. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളത്, അതായത് കുറച്ച് ബേസിക് ടേംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ കവർ ആവും. അതിനും ഒരു ബുക്കുണ്ട്, ശങ്കർ IASന്റെ ബുക്കാണ് ഞാൻ കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത്. കാരണം അതിൽ കൂടുതൽ കുറച്ചും കൂടി നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക്, ഈ കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ലേ, അപ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു ബുക്കായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ അത് കവർ ആവും. പിന്നെ വരുന്നത് ജനറൽ സയൻസ്. ജനറൽ സയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് വരും, അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻസും വരും. കറണ്ട് അഫയേഴ്സ് ഈ പാർട്ടിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രിലിംസ് എക്സാമിനേഷൻ്റെ പേപ്പർ 1 ഇതാണ് അതിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ CSAT. ഓക്കെ, CSATനെ പറ്റി പറയാനാണെങ്കിൽ അതിൽ അതിന് മുമ്പ് CSATന്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ ടൈം വരുന്നത്, ഫസ്റ്റ് പേപ്പറിന്റെ ടൈം 2 hours നമുക്ക് എക്സാം എഴുതേണ്ടത്. MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 200 മാർക്സിനാണ് നമ്മൾ എഴുതുന്നത്. അതായത് ഒരെണ്ണത്തിന് 2 മാർക്ക്. അതേപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതായത് ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് കറക്റ്റ് ആവുന്നതനുസരിച്ച് കൂടുന്ന പോലെ തന്നെ -0.67 നെഗറ്റീവ് അടിക്കുകയും ചെയ്യും. സോ എപ്പോഴും നെഗറ്റീവ് അടിക്കുന്നതിനൊക്കെ ബെറ്റർ നമ്മൾ തെറ്റായിട്ട് ചെയ്യാണ്ടിരിക്കണമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഡ്യൂറേഷനും അതിൻ്റെ ഒരു സ്ട്രക്ചറും വരുന്നത്. ഇനി നമുക്ക് CSATനെ പറ്റി പറയാം. CSATൽ പറയുകയാണെങ്കിൽ കോംപ്രഹെൻഷൻ ആണ് ആദ്യം വരുന്നത്. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ വന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിലെന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അതായത് നമ്മൾ ആ ഒരു പാസേജ് കറക്റ്റ് ക്ലിയർ ആയിട്ട് വായിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടിരിക്കണം. കാരണം നമ്മൾ യൂഷ്വലി സ്കൂളിലൊക്കെ പഠിക്കണ പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല. അതിൽ നിന്ന് കുറച്ചും കൂടി എന്താ പറയുക, ലോജിക്കലായിട്ട് റീസൺ ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. എന്താണ് അതുകൊണ്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, അങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ. അല്ലാണ്ട് ഇതിലെന്താ പറയുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ വരാൻ പോകുന്നില്ല. സോ കോംപ്രഹെൻഷനിൽ അതാണ് വരുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നോക്കാനാണ് ഒരു പേപ്പർ.
പാസേജും അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ, അതേപോലെ ഒരു സെന്റൻസ് തന്നിട്ട് അത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിടും. അപ്പൊ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് എഴുതണം. അതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ഡിസിഷൻ മേക്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഉണ്ട്. പിന്നെ മെയിൻ ക്വസ്റ്റ്യൻസ് UPSC ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡി. അതായത് ഇപ്പൊ എയുടെ ഫാദർ ബി, ബിയുടെ സിസ്റ്റർ ആണ് സി, അപ്പൊ സിയും എയുമായിട്ട് എന്താ ബന്ധം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്നത് അതിൽ തന്നെയാണ് മെന്റൽ എബിലിറ്റി, നമ്മുടെ തിങ്കിങ്, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബേസിക് ന്യൂമറോളജി വരും, അതിലാണ് നമ്മുടെ മാത്സ് വരുന്നത്. ഓക്കെ, മാത്സ് എപ്പോഴും പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും, പക്ഷെ കൂടുതലൊന്നും ചെയ്യണ്ട. ക്ലാസ് 10 ലെവലിന്റെ ആണ്. SSLCക്ക് നമ്മൾ പഠിക്കുന്ന അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം പോകത്തുള്ളൂ. അതിന്റെ മുകളിലേക്ക് വരുമായിരിക്കും, പക്ഷെ അത് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുതൽ മാർക്കൊന്നും പോകാൻ സാധ്യതയില്ല. കാരണം ഇത് ഈ CSAT എന്ന് പറയുന്നത് ക്വാളിഫയിങ് പേപ്പറാണ്. ഒരിക്കലും ഇതിന്റെ മാർക്ക് നമുക്ക് അത്രയും ഇതാവത്തില്ല. പക്ഷെ ക്വാളിഫയിങ് പേപ്പറാണ്. 33% ആണ് നമുക്ക് അതിൽ വേണ്ടത്. ഈ 33% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200-ല് 67 നമുക്ക് കിട്ടിയാൽ മതി ആ ഒരു 33% എത്താൻ വേണ്ടി. അതുകൊണ്ട് CSAT എപ്പോഴും ക്വാളിഫയിങ് പേപ്പറാണ്. സോ അതിൽ അത്രയും ഫോക്കസ് ചെയ്യണ്ട, പക്ഷെ എന്നാലും കുറച്ച് പ്രാക്ടീസ് ചെയ്ത് വെക്കണം. കാരണം ചിലവർക്ക് ഈ ഒരു ഭാഗം ടഫായിട്ട് വരും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 33% കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇതാണ് പ്രിലിംസിന്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ നമ്മൾ പേപ്പർ 1 GS ആണ്. ഇത്രയും സബ്ജക്ട് ഇതിലാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. CSAT ക്വാളിഫയിങ് പേപ്പർ ക്ലിയർ ആയാലും ഇനി നമുക്ക് മെയിൻസിന്റെ സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്താലോ. മെയിൻസ് എക്സാം എന്ന് പറയുമ്പം ആദ്യം മൊത്തത്തിൽ ഇത്രയും പേപ്പറാണ് വരുന്നത്. ആദ്യത്തെ 2 പേപ്പർ എന്ന് പറയുന്നത്, പേപ്പർ A എന്ന് പറയുന്നത് ഏതെങ്കിലും ലാംഗ്വേജ് ആണ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ മദർ ടങ് ലാംഗ്വേജ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ള ലാംഗ്വേജ്, നമുക്ക് അതിൽ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടാവില്ല. അതായത് സ്കൂളിലൊക്കെ നമ്മൾ ഹിന്ദി പഠിക്കുമ്പോൾ നമുക്ക് ഹിന്ദി ചൂസ് ചെയ്യാം. അതേപോലെ മലയാളം കൂടുതൽ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മലയാളം എടുക്കാം. അങ്ങനെ ആ ഒരു ലാംഗ്വേജ് ഒരു പേപ്പർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് പേപ്പറും ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും 300 മാർക്സിന്റെ ആണ്. അപ്പം 300 മാർക്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണവും ഈ CSAT പോലെ തന്നെ ക്വാളിഫയിങ് പേപ്പറാണ്. ഓക്കെ, ഇതിൽ പാസ്സായാൽ മതി. അപ്പം 300-ല് 75 കിട്ടിയാൽ മതി നമുക്ക്. അതായത് 25% നമുക്ക് അതിൽ സ്കോർ ചെയ്താൽ മതി ഒരു പേപ്പറിൽ. ഓക്കെ, അപ്പം ഇതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം വരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. കോംപ്രഹെൻഷൻ വരും, അതായത് പാസേജ് തന്നിട്ട് ആൻസർ ചെയ്യാൻ പറയും. അതേപോലെ ട്രാൻസ്ലേഷൻ വരും. ഇപ്പൊ ഒരു ലാംഗ്വേജിൽ വന്നിട്ട് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതേപോലെ ഇംഗ്ലീഷിലുള്ളത് മറ്റേതിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ആ ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജിലോട്ട് ആക്കുക. പിന്നെ ഷോർട്ട് എസ്സേസ് എഴുതാൻ പറയും. പിന്നെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. ഇതിൽ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലോട്ട് ഉണ്ടാവില്ല. സോ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടാവില്ല. ഈ ലാംഗ്വേജിന്റെ ഇതിലാണ് നമുക്ക് കൂടുതലും ട്രാൻസ്ലേഷൻ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ അത് ക്ലിയർ ആയല്ലോ, അത് ക്വാളിഫയിങ് പേപ്പറാണ്. ആ 2 പേപ്പർ കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ പേപ്പേഴ്സിലോട്ട് പോവാം. അതിൽ പേപ്പർ 1 എന്ന് പറയുന്നത് എസ്സേ ആണ്. എസ്സേയിൽ നമുക്ക് 2 into 1000 മാർക്ക് എസ്സേ ആണ് വരുന്നത്. ഓക്കെ, സോറി 1000 വേർഡ്സ് എസ്സേ ആണ് വരുന്നത്. ഓക്കെ, 1000 വേർഡ്സ് ഉള്ള 2 എസ്സേ എഴുതാൻ പറയും. നമുക്ക് ചൂസ് ചെയ്യാം. ഇതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്, ഇത് നമ്മുടെ GS ആൻസർ നോക്കാൻ വേണ്ടിയിട്ടല്ല ഈ എസ്സേ ഉള്ളത്. അതായത് നമ്മൾ ഈ പഠിച്ച ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമി, കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം കൂടെ കുത്തിക്കേറ്റിട്ട് നമുക്ക് ആൻസർ എഴുതേണ്ട ആവശ്യമില്ല. ഇതിൽ അവർ മെയിൻ ആയിട്ട് നോക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. നമ്മളത് എങ്ങനെയാണ് അത് പറയുന്നത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണുള്ളത്, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, ഒരു ആൻസർ എങ്ങനെ എഴുതും, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എസ്സേ ഉള്ളത്. ഒരിക്കലും നമ്മുടെ GS ആൻസർ നോക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു എസ്സേ പേപ്പർ ഉള്ളത്. പിന്നെ വരുന്നത് GS 1 ആണ്. GS 1-ൽ വരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, അതേപോലെ തന്നെ ഇന്ത്യൻ ഹെറിറ്റേജ്. ഇതിൽ നമ്മൾ പ്രിലിംസിലുള്ള മെയിൻ ആയിട്ടുള്ള ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ ഹിസ്റ്ററി വേണം. ഇതിലല്ലാണ്ട് മെയിൻസിലോട്ട് ആർട്ട് ആൻഡ് കൾച്ചർ വരും. പിന്നെ വേൾഡ് ഹിസ്റ്ററി വരും. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് വരും. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ മോഡേൺ ഹിസ്റ്ററിയും വരും. അപ്പൊ ഇത് നമ്മൾ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നില്ല, ഇത് നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ നമ്മൾ പ്രിലിംസിന് വേണ്ടി റെഡിയാക്കിയതും മെയിൻസിലോട്ട് വരുമ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറും വേൾഡ് ഹിസ്റ്ററിയും പോസ്റ്റ് ഇൻഡിപെൻഡൻസും എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പഠിക്കണം. പിന്നെ അടുത്ത പേപ്പർ എന്ന് പറയുന്നത് പൊളിറ്റിയാണ്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്,
അതേപോലെ തന്നെ നമുക്ക് സോഷ്യൽ ജസ്റ്റിസും ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് ഇതിൽ ആഡ് ഓൺ ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് ഗവർണൻസും. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ലക്ഷ്മികാന്തിൽ വരുന്നുണ്ട്. ഗവർണൻസിന്റെ കുറച്ചും നമുക്ക് ലക്ഷ്മികാന്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷെ സോഷ്യൽ ജസ്റ്റിസും ഗവർണൻസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടും അതേപോലെ ഇന്റർനാഷണൽ റിലേഷൻസും നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് കുറച്ചുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പ്രിലിംസ് നോക്കുന്നത്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. പിന്നെ എപ്പോഴും പ്രിലിംസ് നമ്മൾ IR പഠിക്കുമ്പോൾ മെയിൻസും കൂടി തല വെച്ചിട്ടാണ്, അതായത് മെയിൻസും കൂടെ പ്രിപ്പയർ ചെയ്യുന്നതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസ് അപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രിലിംസിന്റെ IR പഠിക്കുമ്പോൾ തന്നെ ഇതും കൂടി കവർ ആവുന്നതാണ്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കാരണം നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിച്ച് ബേസ് ആയിട്ട് IR നോക്കും, IRന്റെ കറണ്ട് അഫയേഴ്സ് നോക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ ഏകദേശമായി. കാരണം എപ്പോഴും പ്രിലിംസിന്റെ കൂടെ തന്നെ മാക്സിമം സബ്ജക്ട് മെയിൻസിന്റെ തീർക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഇത് പ്രിലിംസ് പാസ്സായി കഴിഞ്ഞിട്ട് മെയിൻസ് പഠിക്കാനുള്ള ടൈം കിട്ടത്തുള്ളൂ. സോ അത് പേടിക്കേണ്ട. IR നമ്മൾ ഓൾറെഡി കവർ ചെയ്യും. സോഷ്യൽ ജസ്റ്റിസും ഗവർണൻസും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്നും കൂടി മെയിൻസിന് വേണ്ടിയിട്ട് നോക്കേണ്ടി വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പേപ്പറാണ് ജനറൽ സ്റ്റഡീസ് 3. അതിൽ വരുന്നത് എക്കണോമിക്കൽ ഡെവലപ്മെന്റ് എക്കോണമി നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് എൻവയോൺമെന്റൽ ബയോഡൈവേഴ്സിറ്റി നമ്മൾ എൻവയോൺമെന്റൽ സ്റ്റഡീസിലും പഠിച്ചു. അത് കഴിഞ്ഞ് ഇതിൽ എക്സ്ട്രാ വരുന്നത് സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയാണ്. ഓക്കെ, അതിൽ നമുക്ക് ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഇതേപോലെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. ബാക്കിയുള്ള എൻവയോൺമെന്റ്, എക്കണോമിക്കൽ ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, ടെക്നോളജി ഇത്രയും നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് ഓൾറെഡി പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പേപ്പറാണ് എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്. അതിൽ എത്തിക്കൽ ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ എങ്ങനെയാണ് അതിന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അതിലൊരു സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും തരാം. അതിൽ നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അതിലുണ്ടാവുന്നത്. അതിന് ആക്ച്വലി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ആ ഒരു തിങ്കിങ്ങും നമ്മുടെ എത്തിക്സും നമ്മുടെ ആ ഒരു എംപത്തറ്റിക്കൽ തിങ്കിങ്ങും ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എത്തിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ തന്നെയുള്ളത്. സോ അത് കൂടുതൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കാണപ്പെടാൻ പഠിച്ചിട്ട് പഠിക്കേണ്ടതല്ല. പക്ഷെ എന്നാൽ അല്ലാണ്ട് ഒരു ബുക്ക് ഉണ്ട് അതിൻ്റെ ഇതിൽ നമുക്ക് കുറച്ച് നോക്കാം. അതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അല്ലാണ്ട് എത്തിക്സ് കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ നമുക്ക് മെയിൻ പേപ്പറൊക്കെ കവർ ചെയ്തു. അതായത് 2 ക്വാളിഫയിങ് പേപ്പർ കഴിഞ്ഞു, പിന്നെ essay പേപ്പർ കഴിഞ്ഞു, GSൽ 1, 2, 3, 4 പേപ്പേഴ്സ് കഴിഞ്ഞു. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? ഇനി 2 പേപ്പറാണ് ഉള്ളത്. ആ 2 പേപ്പർ നമുക്ക് ഓപ്ഷണൽ പേപ്പേഴ്സാണ്, ഓപ്ഷണൽ സബ്ജക്റ്റിൻ്റെയാണ്. ഓക്കെ, ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നതുണ്ടല്ലോ, ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ഹോണേഴ്സ് ഡിഗ്രി പഠിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ഐഡിയ ആ സബ്ജക്റ്റിനെ പറ്റിയിട്ട് വേണം. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ ഗ്രാജുവേഷൻ ഏത് സബ്ജക്റ്റാണോ ചെയ്തിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റിലാണ് ഇവർ കൂടുതൽ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് നമുക്ക് സ്വന്തമായി പഠിക്കത്തില്ല. അതിനൊരു ഗൈഡൻസ് ഉണ്ടാവണം. ഏതെങ്കിലും ഒരു ക്ലാസ് നമുക്ക് അതിനെ ഫോളോ ചെയ്യണം. ആ ഒരു ഗൈഡൻസ് എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാവണം. എന്നാൽ ആ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ആ സബ്ജക്റ്റ് എടുക്കാവൂ. അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു സബ്ജക്റ്റ് എടുത്ത് നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിനൊരു ഓണേഴ്സ് ഡിഗ്രി രീതിയിൽ നമുക്കൊരു നോളജ് അതിനെ പറ്റിയിട്ട് വേണം. സോ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ള സബ്ജക്റ്റിനെ പറ്റിയിട്ട് സബ്ജക്റ്റ് എടുത്തിട്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചൊരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഗൈഡൻസ് നമുക്ക് പോവാം. ഞാൻ ഇതിനെ എടുത്തിട്ടുണ്ടായിരുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. സോ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് ആഗ്രഹമുണ്ട്, പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ അതാണ് എടുത്തത്. എൻ്റെ ഓപ്ഷണൽ സ്റ്റഡീസ് അതായിരുന്നു. സോ ഞാൻ അതിൻ്റെ ക്ലാസ്സസ് ആസ് ഡിമാൻഡ് ഞാൻ ചെയ്യാം. ബാക്കി നിങ്ങൾ ചൂസ് ചെയ്യണം. ഇതൊക്കെയാണ് ഓപ്ഷണൽ സബ്ജക്റ്റ് വരുന്നത്. ഓക്കെ, അതിൽ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ബാച്ചിലേഴ്സിൻ്റെ തൊട്ട് മുകളിൽ, പക്ഷെ മാസ്റ്റേഴ്സിൻ്റെ അത്രയില്ല, മാസ്റ്റേഴ്സിൻ്റെ തൊട്ട് താഴെയിട്ട് ആ ഒരു നോളജ് നമുക്കത് വേണം. ഓക്കെ, പിന്നെ ഇത് ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് വൈസ് മാത്രം അല്ലാണ്ട് നമുക്ക് ലാംഗ്വേജസും എടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നല്ല നോളജ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഗ്രാജുവേഷൻ ഒരു ലാംഗ്വേജ് ബേസ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് ആയിട്ടും ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഓപ്ഷണൽ പേപ്പേഴ്സ് 2 ഉള്ളത്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് സ്ട്രക്ചറാണ്. അതായത് ഇപ്പം മെയിൻസിൽ നമുക്ക് 1750 ആണ് നമ്മുടെ ടോട്ടൽ. അതായത് 250 into 7. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിൻ്റെ മാർക്ക് വരുന്നത് 275 ആണ്. 275 മാർക്കാണ് നമ്മുടെ ഇന്റർവ്യൂവിന് അവർ തരുന്നത്. മൊത്തത്തിൽ 2025 ആണ് കിട്ടുന്നത് ഈ വർഷം. ചിലപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് കിട്ടും കേട്ടോ സിവിൽ സർവീസ്. കാരണം ചിലപ്പം നമ്മുടെ വർഷം ആയിരിക്കാം. കാരണം ഇതിൻ്റെ ടോട്ടൽ 2025 ആണ്.
ജസ്റ്റ് കോമഡി പറഞ്ഞേട്ടോ. അത് ഒരു 55% ടു 60% വരെ നമുക്ക് കിട്ടുവാണെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടാൻ സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ. കാരണം ഈ ഒരു പെർസെൻറ്റേജ് കിട്ടിയാൽ മതി. അതായത് മെയിൻസിൽ നമുക്ക്, അതായത് പ്രിലിംസ് കഴിഞ്ഞ് പിന്നെ പ്രിലിംസിന് മാർക്ക് നമ്മൾ മൊത്തത്തിലോട്ട് എടുക്കത്തില്ല, റാങ്കിങ്ങിന് എടുക്കത്തില്ല. പ്രിലിംസിന്റെ അവിടെ തീർന്നു. അത് നമുക്ക് മെയിൻസിലോട്ട് കടക്കാനുള്ള ഒരു സ്റ്റെപ്പായിരുന്നു. അത് കഴിഞ്ഞ് മെയിൻസിൽ നമുക്ക് 250 ഒരു പേപ്പറാണെങ്കിൽ 250 ഇൻറ്റു 7 പേപ്പർ ആകുമ്പോൾ മൊത്തം നമുക്ക് കിട്ടേണ്ടത് 1750 ആണ്. അതിൻ്റെ കൂടെ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് നമുക്ക് 275 ആണ്. ഇത് മൊത്തം ആഡ് ചെയ്യുമ്പം ടോട്ടൽ മാർക്ക് 2025 ആണ്. അതിൻ്റെ ഒരു 55 ഇല്ലെങ്കിൽ ഒരു 60% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടും എന്തായാലും. പിന്നെ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓക്കെ, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ GKയുടെ അറിവ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. അതായത് നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം കൂടെ നോക്കാനുള്ള ഒരു വൈവി അല്ല നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജഡ്ജ്മെന്റ് എങ്ങനെയാണ്, ബാലൻസ് ഓഫ് ജഡ്ജ്മെന്റ്, അതേപോലെ തന്നെ നമ്മൾ എത്ര ക്ലിയർ ആയിട്ടാണ്, എത്ര ലോജിക്കലായിട്ടാണ് സംസാരിക്കുന്നത്, എക്സ്പ്രഷൻ എപ്പോഴും ക്ലിയർ ആയിരിക്കണം, നമ്മുടെ ലീഡർഷിപ്പ് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കുക. ഇങ്ങനത്തെ ബേസിക് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പേര് തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്, അല്ലാണ്ട് വൈവേ അല്ല. സോ ഇത് മൊത്തം പഠിച്ചിട്ട് നമുക്ക് അതിന് പോകണമെന്നില്ല. പിന്നെ ഒരിക്കലും നമ്മളൊരു എൻസൈക്ലോപീഡിയ അല്ല. സോ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് അറിയാണ്ടിരിക്കാം. അതുകൊണ്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് അറിയൂല എന്ന് പറഞ്ഞാൽ മതി, അതവിടെ തീർന്നു. അല്ലാണ്ട് കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒരിക്കലും എല്ലാ സബ്ജക്റ്റിലും മറ്റേ റാങ്ക് 1 കിട്ടിയ ആൾക്കാരല്ല. സോ മെയിൻ പേപ്പർ മെയിൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഇത്രയും നമുക്ക് ടെൻഷൻ വരണ്ട. നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് ജഡ്ജ് ചെയ്യുന്ന ഒരു സ്പേസ് ആണത്. ഓക്കെ, അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓണസ്റ്റ് ആയിട്ടിരിക്കുക. എന്ത് വെച്ചാലും സത്യസന്ധമായിട്ട് ഉത്തരം പറയുക, നമ്മൾ അലേർട്ടായിട്ടിരിക്കുക. ഓക്കെ, ആ ഒരു മൊമെന്റിൽ അവിടെ ഉണ്ടാവണം. അത്രേ ഉള്ളൂ. അതിന് ആൻസേഴ്സ് പറയുക, ബാക്കി പിന്നെ നിങ്ങളുടെ ലക്ക് പോലിരിക്കും. ഓക്കെ, അതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിൽ വരുന്നത്. അത്രേ ഉള്ളൂ നമ്മുടെ UPSC. ഇപ്പം സിലബസ് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പം സിലബസ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിലിംസ് പ്രിപ്പറേഷൻ കൂടെ തന്നെ മെയിൻസ് പ്രിപ്പറേഷൻ ആയിട്ട് ഓരോ ക്ലാസ്സസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തായാലും NCERT, കാരണം ഇതിൽ കുറേ ബിഗിനേഴ്സ് ഉണ്ടെന്ന് കമന്റ് കിട്ടി. അപ്പോൾ അവർക്ക് ന്യൂസ് പേപ്പർ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ സിലബസ് നോക്കിയിട്ട് വായിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ സിലബസ് ക്ലിയർ ആവാണ്ട് ഒരു ബിഗിനർ എന്ന രീതിയിൽ UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വെച്ചിട്ട് NCERT വെച്ചിട്ട് നമ്മുടെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ സ്റ്റുഡൻസിന് അറിയാലോ, നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തണം. എങ്ങനെയാണ് അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത്? ഒരു ലൈക്ക് ബട്ടൺ ഞെക്കിയാൽ മതി. ഓക്കെ, അപ്പം അറ്റൻഡൻസ് രേഖപ്പെടുത്താം. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. കാരണം കഴിഞ്ഞ കമൻറ്റ് ബോക്സിൽ നിന്നാണ് എനിക്ക് ബിഗിനറായി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ 2 ക്ലാസ്സസ് ഇടാൻ കാരണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വീഡിയോ ഇടണം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആ ഒരു രീതിയിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ എന്തായാലും അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.